ഹായ്, ഞാനിപ്പോൾ ഉള്ളതൊരു ഫേമസ് ആയിട്ടുള്ള ചർച്ചിലാണ്. എറണാകുളത്താണ് ഈ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഈ ചർച്ച് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇത് പൊന്നിരുന്നിയിലുള്ള തിയോഫിനച്ചൻ്റെ കപ്പൂച്ചിൻ ആശ്രമമാണ്. അപ്പോൾ അവിടെ സ്ഥിതി ചെയ്യുന്ന ചർച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളൊരു മൺഡേയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ മൺഡേസിലാണ് ഇവിടെ വിശേഷപ്പെട്ട കുർബാനകളും അതുപോലെ നൊവേനകളും എല്ലാം ഉള്ളത്. നമ്മളപ്പോൾ കുർബാന നൊവേനയൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഒരു ഈവനിങ് ടൈമായി. ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ, സെറ്റിങ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് പള്ളിക്ക് ചുറ്റും. ഒത്തിരി സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് തിയോഫിനച്ചൻ. ആൻഡ് ഇത് പള്ളിക്ക് റൈറ്റ് സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റോളാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് മേടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിനി തിയോഫിനച്ചൻ്റെ ഖബറിടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയായിട്ടാണ് തിയോഫിനച്ചൻ്റെ ആ ഒരു ഖബറിടം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ അകത്താണ്. മൺഡേസിലൊക്കെ നിരവധി വിശ്വാസികളാണ് കേട്ടോ ഇവിടെ പ്രാർത്ഥനയ്ക്കും മറ്റു കാര്യങ്ങൾക്കായിട്ട് എത്തുന്നത്. അപ്പോൾ വളരെ ലളിതമായിട്ടുള്ളൊരു ജീവിതം നയിച്ച ഒരു ദൈവഭക്തനായിരുന്നു തിയോഫിനച്ചൻ. അതുപോലെ തന്നെ രോഗികൾക്കും ദരിദ്രർക്കൊക്കെ ഒത്തിരി സഹായം അദ്ദേഹം ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ച ഒരുപാട് വിശ്വാസികൾക്കാണ് അനുഗ്രഹങ്ങൾ ലഭിച്ചതായിട്ട് സാക്ഷ്യം പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ദേവദാസൻ എന്ന തിയോഫിനച്ചനെ വിളിക്കുന്നത്, വിച്ച് മീൻസ് സെർവൻറ്റ് ഓഫ് ഗോഡ്. ഇതിപ്പം തിയോഫിനച്ചൻ്റെ മ്യൂസിയമാണ്. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ചെയ്ത ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം പെയിൻറ്റിങ്സിലൂടെ കാണിക്കുവാണ്. തിയോഫിനച്ചൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി വിശ്വാസികൾക്ക് രോഗശാന്തിയും അവരുടെ കുടുംബ പ്രശ്നങ്ങൾ മാറുന്നു, ജോലി ലഭിക്കാൻ വേണ്ടി, അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാണ് തിയോഫിനച്ചൻ താമസിച്ചിരുന്ന മുറി. അപ്പോൾ ഈ മുറിയിൽ ജസ്റ്റ് തിയോഫിനച്ചൻ്റെ ഒരു ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. പഴയ മുറിയാണ് കേട്ടോ, ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ ആണല്ലോ. സോ ദാറ്റ്സ് ദ മ്യൂസിയം. അപ്പോൾ നമ്മൾ തിയോഫിനച്ചൻ്റെ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് തൃപ്പൂണിത്തുറയിലേക്ക് പോകുവാണേ. നമുക്ക് ഇവിടെ നിന്ന് ഒരു ഡ്രസ്സ് എൻ്റെ ഓൾട്ടർ ചെയ്ത് മേടിക്കാനുണ്ട്. സോ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള പാലമാണ്, ഒരുപാട് പഴക്കമുള്ള പാലമാണ് തൃപ്പൂണിത്തുറയിലെ. പക്ഷെ നല്ല ഗട്ടറാണ്, അതുകൊണ്ടാണ് ക്യാമറ ഇങ്ങനെ ഷേക്ക് ചെയ്ത് പോകുന്നത്. പിന്നെ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. സോ നോവ ബേബി ഈസ് ബിസി ഹിയർ. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ശരവണ ഭവനിലാണ് കയറിയത് കേട്ടോ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ മസാല ദോശയും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ല. ബിക്കോസ് നോവ ബേബിക്ക് മസാല ദോശ ഇഷ്ടമാണ്. ചില സമയത്ത് ഇഷ്ടമാണ്, ചില സമയത്ത് ഇഷ്ടമല്ല കേട്ടോ. അവൻ്റെ ഓരോ മൂഡ് പോലെയാണ്.